അതീവ സുരക്ഷയുള്ള ബി സെല്ലിൽ നിന്ന് ഈ ഇരുമ്പറ, അതായത് ഈ പറയുന്ന ജയിലിലെ കമ്പി, അതിൽ ഏറ്റവും താഴത്തെ അഴി മുറിച്ച് പുറത്തേക്ക് മെല്ലെ നൂർത്ത് പുറത്തേക്ക് ഇറങ്ങി വരുന്ന ഗോവിന്ദച്ചാമിയുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പ്രേക്ഷകർ കാണുന്ന ആ ദൃശ്യങ്ങളാണ്. പ്രേക്ഷകരുടെ മുന്നിലുള്ളത് ആ സി ബ്ലോക്കാണ്. സി ബ്ലോക്കിൽ നമ്മൾ ഇന്നലെയും മെനഞ്ഞാന്നൊക്കെ പറഞ്ഞതുപോലെ തന്നെ തൻ്റെ വലിയ ഭാരമുള്ള ശരീരഭാരമൊക്കെ കുറച്ച് നൂലുപോലെയായി, അതൊക്കെ വളരെ ആസൂത്രിതമായിരുന്നു. അങ്ങനെ വളരെ ചെറിയ ഒരു അഴിക്കുള്ളിലൂടെ പുറത്തേക്ക് കടക്കാൻ പാകത്തിൽ ശരീരമാക്കിയതിനു ശേഷമാണ് ഇരുമ്പറ മെല്ലെ കയ്യിൽ കിട്ടിയ സ്വന്തമായി നിർമ്മിച്ച ചെറിയ ആയുധം വെച്ച് മുറിച്ച് 1.5 മാസത്തോളം മുറിച്ച് അത് തകർത്തതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങിയത്. നമ്മൾ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ ഏറ്റവും താഴത്തെ അഴിയാണ് മുറിച്ചത്. ഇങ്ങനെ 3 ലെയറായിട്ടുള്ള അഴികളാണ്. അതിൽ ഏറ്റവും താഴത്തെ അഴി മുറിച്ചതിന് ശേഷം അത് പൂർണ്ണമായി മാറ്റിയതിനു ശേഷം അതിലേക്ക് പുറത്തേക്ക് ഇറങ്ങി വരികയായിരുന്നു. ഈ പറഞ്ഞതുപോലെ വളരെ ചെറിയ ഗ്യാപ്പാണ്. വളരെ ചെറിയ ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ അത്രത്തോളം എരിഞ്ഞ ആളുകൾക്ക് മാത്രമേ അതിൽ ഇറങ്ങാൻ കഴിയുള്ളൂ. ഇതിനു വേണ്ടി തന്നെയായിരുന്നു ഗോവിന്ദച്ചാമി വലിയ ഡയറ്റൊക്കെ നടത്തി മെലിഞ്ഞത്. ആ കാര്യങ്ങളൊന്നും, അല്ലെങ്കിൽ ആ മെലിച്ചിലിന്റെ പിന്നിലെ കഥകളൊന്നും അവിടുത്തെ ഉദ്യോഗസ്ഥർ അറിഞ്ഞില്ല. പക്ഷേ ഗോവിന്ദച്ചാമിക്ക് കൃത്യമായ ആസൂത്രണം ഉണ്ടായിരുന്നു. അങ്ങനെ ഈ പറഞ്ഞ ഗോവിന്ദച്ചാമി ലക്ഷ്യമിട്ട ഭാരത്തിലേക്ക് ശരീരം എത്തിയപ്പോൾ ഒട്ടും കാത്തുനിന്നില്ല, അമാന്തിച്ചില്ല. 1.5 മാസമായി തുടർച്ചയായി പതിയെ മുറിച്ചു തുടങ്ങിയ ഇരുമ്പറ പൂർണ്ണമായി മാറ്റി നുഴഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വരുന്നു. അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്ന. ഏറ്റവും നിർണായകമായ ദൃശ്യങ്ങളാണ്. വലിയ സുരക്ഷാ വീഴ്ച ജയിൽ വകുപ്പിൽ ഉണ്ടായെന്നടക്കം വലിയ ആരോപണങ്ങൾ അത് ഏകദേശം സ്ഥിരീകരിക്കുന്ന രീതിയിൽ തന്നെ, ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ തന്നെ ദൃശ്യങ്ങളടക്കം പുറത്തു വരുമ്പോൾ ഇതാ ഗോവിന്ദച്ചാമി സുഗമമായി ജയിലിൽ നിന്ന് പുറത്തേക്ക് ചാടുന്ന, സെല്ലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ഏറ്റവും നിർണായക ദൃശ്യങ്ങൾ. അരുൺ പൂപ്പറമ്പ തുടരാം. സുഹേൽ, ഏറ്റവും നിർണായകമായിട്ടുള്ള ദൃശ്യങ്ങളാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. ജയിലിനകത്തെ CCTV ദൃശ്യങ്ങളാണ്. ഇതിൽ കൃത്യമായി തന്നെ ഗോവിന്ദച്ചാമി 10ാം ബ്ലോക്കിലെ 10B സെല്ലിൽ നിന്ന് അതിൻ്റെ താഴ്ഭാഗത്തെ ഇരുമ്പ് കമ്പികൾ മുറിച്ച് മാറ്റി അത് നൂഴ്ന്നിറങ്ങി പുറത്തോട്ടിറങ്ങുന്ന ദൃശ്യങ്ങൾ കൃത്യമായി തന്നെ അതിൽ പതിഞ്ഞിട്ടുണ്ട്. നമുക്കറിയുന്നത് പോലെ പുലർച്ചെ 1:10 ഈ സെല്ലിൽ നിന്ന് പുറത്തിറങ്ങുന്നത്. അതിൻ്റെ ദൃശ്യങ്ങളാണ്, നിർണായകമായിട്ടുള്ള ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. നേരത്തെ പോലീസിനെയും അതോടൊപ്പം തന്നെ അന്വേഷണത്തിലൊക്കെ പറഞ്ഞതുപോലെ അതിൻ്റെ താഴ്ഭാഗത്ത് അതിൻ്റെ ചിത്രങ്ങളും ഇന്ന് രാവിലെ പുറത്തു വന്നിരുന്നു. സെല്ലിൻ്റെ താഴ്ഭാഗത്തെ 2 ഇരുമ്പ് കമ്പികളാണ് മുറിച്ചു മാറ്റിയത്. അതിനേറെ സമയമെടുത്തു. അതിൻ്റെ വിവരങ്ങളൊക്കെ നേരത്തെ പുറത്തു വന്നതാണ്. മാസങ്ങളെടുത്ത ആസൂത്രണം. അതിന് ആയുധം ഈ ജയിലിനകത്ത് തന്നെ കണ്ടെത്തി അതിന് മൂർച്ച കൂട്ടി ഈ ബ്ലേഡ് സമാനമായിട്ടുള്ള ഒരു ആയുധം ഈ ഗോവിന്ദച്ചാമി തന്നെ രൂപപ്പെടുത്തിയെടുത്തു. അങ്ങനെ പതിയെ ഈ രാഗി മിനുക്കി അത് മുറിച്ച് എടുക്കുകയായിരുന്നു. അതിനിടെ ഈ മുറിക്കുന്നതിനിടെ ഇത് മറ്റ് ആൾക്കാർ, ഈ ജയിൽ സുരക്ഷാ ജീവനക്കാർക്കുൾപ്പെടെ കാണാതിരിക്കാൻ അവർ മുന്നിൽ മറച്ചു വെക്കുന്നതിന് വേണ്ടി ഈ നൂല് കൊണ്ട് കെട്ടി അത് മറച്ചു വെക്കുകയുൾപ്പെടെ ചെയ്തിരുന്നു. അതിൻ്റെ വിവരങ്ങളും നേരത്തെ പുറത്തു വന്നതാണ്. രാവിലെ പുറത്തു വന്ന ചിത്രത്തിലും അത് വ്യക്തമായിരുന്നു. അങ്ങനെ ഈ സെല്ലിൻ്റെ താഴ്ഭാഗത്ത് 2 ഇരുമ്പ് കമ്പികൾ മുറിച്ചു മാറ്റിയാണ് ഭാഗത്തോട് ഇയാൾ നൂഴ്ന്നിറങ്ങി പുറത്തോട്ട് പോയത് എന്നതാണ് നേരത്തെ തന്നെ പുറത്തു വന്ന വിവരങ്ങൾ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.